കുണ്ട്രയിലെ ഒരു ദാരുണമായ പോലീസ് മർദ്ദനത്തിൻ്റെ ഭാഗമായി ദാരുണമായി മരണമടഞ്ഞ സിയാദിൻ്റെ ഒരു വിഷയം ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ അത് പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ടുപോയി എന്തായാലും നിയമവിരുദ്ധമായിട്ടാണ് പിടിച്ചുകൊണ്ട് പോയതും അടിച്ചു എന്നുള്ളത് എല്ലാവരും സമ്മതിച്ചതാണ്. അയാളുടെ വാരിയല്ലോ പൊട്ടിയെന്നുള്ള കാര്യമാണ് നമുക്ക് കിട്ടിയ വിവരം. അതിനുശേഷം ആശുപത്രി കുറച്ച് ദിവസം അനങ്ങാൻ വയ്യാതെ കടന്നു. ആശുപത്രി പോയിട്ട് മെഡിക്കൽ കോളേജിൽ മരണമടഞ്ഞ ഒരു സംഭവം ഉണ്ടായി. സിയാദിൻ്റെ വീട്ടുകാർ, രക്ഷകർത്താക്കൾ, അച്ഛനും അമ്മയും, അതുപോലെ ഈ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ സ്ഥലത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്ന ആളുകൾ, മകള്, അതിൻ്റെ വീഡിയോ സന്ദേശമൊക്കെ വരുന്നുണ്ട്. ആ സംഭവം സംബന്ധിച്ച് ഗൗരവമായി അന്വേഷിക്കുമെന്ന് പോലീസ് പറഞ്ഞതാണ്. ഞങ്ങൾ ഈ കാര്യത്തെ സംബന്ധിച്ച് ഗൗരവമായി അന്വേഷിക്കണമെന്നും ആ കുടുംബത്തിൻ്റെ നഷ്ടം നികത്താൻ വേണ്ടിയുള്ള നടപടി എടുക്കണമെന്നും കുറ്റവാളികളെ ഇരുമ്പഴിക്ക് പിന്നിലാക്കണമെന്നും അല്ലെങ്കിൽ ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങളാകെ പ്രശ്നം ഉയർത്തി ഞങ്ങൾ ഉന്നയിച്ചു. കുണ്ട്രയിലെ സിയാദിൻ്റെ മരണം, അതിനകത്ത് പോലീസിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ലെന്നും ഇടയ്ക്ക് ആരാണ്ട് അയാളെ മർദ്ദിച്ചിരുന്നെന്നും ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അപ്പോൾ പോലീസ് അത് അന്വേഷിക്കണമെന്നും കുറ്റവാളികളെ കണ്ടെത്തണമെന്നും ലോക്കപ്പ് മർദ്ദനം ഉൾപ്പെടെയുള്ള പോലീസിൻ്റെ കയ്യിൽ വെച്ചിട്ട് നടന്നിട്ടുള്ള മർദ്ദനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അന്വേഷിക്കാമെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരും ആഭ്യന്തരമന്ത്രിയും പറഞ്ഞതാണ്. കേരളത്തിൻ്റെ ഭരണത്തിൻ്റെ എല്ലാ മുകളിലുള്ള പോലീസിനെയും മറ്റെല്ലാ മേഖലയും നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി പക്ഷേ ഇന്ന് പത്രസമ്മേളനത്തിൽ പറയുന്നത് ഇതിനകത്തങ്ങനെ മർദ്ദനം നടന്നിട്ടില്ല, ഒരു കുഴപ്പവുമില്ല, ഇത് അയാൾക്ക് മഞ്ഞപ്പിത്തമോ ഹെപ്പറ്റൈറ്റിസ് ബി ഒക്കെ ആയിട്ടാണ് മരിച്ചതെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതിനുശേഷം അന്വേഷണം നടത്തുമെന്ന് പറയുന്നു. അന്വേഷണം നടത്തുന്ന ഒരു വിഷയത്തിനകത്ത് മുഖ്യമന്ത്രി കയറി എങ്ങനെയാണ് ആ മരണം ഉണ്ടായത് എന്ന് ആദ്യമേ തന്നെ ഒരു കൺക്ലൂഷൻ എത്തിക്കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്വേഷണത്തിന് എന്ത് പ്രസക്തിയാണ്? ഇങ്ങനൊരു മുഖ്യമന്ത്രിയുടെ കീഴിലും ഇങ്ങനൊരു സർക്കാരിൻ്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രിയുടെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ കേസിനകത്ത് വസ്തുത വരുമോ? ഒരു അന്വേഷണം എന്ന് പറഞ്ഞാൽ വസ്തുതകൾ കൃത്യമായി വിശകലനം ചെയ്ത് കുറ്റവാളികളെ കണ്ടെത്താനും അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും കുറ്റവാളികൾക്ക് ശിക്ഷ കിട്ടാനുമാണ്. ഇവിടെ അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയാണ് ഇയാൾ മരണപ്പെട്ടതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ പിന്നെ അന്വേഷണത്തിന് എന്താ പ്രസക്തി? അപ്പോൾ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ സ്വീകരിച്ചിരിക്കുന്നത്. ഏറ്റവും ന്യായമായി അന്വേഷിക്കാൻ പോലുമുള്ള സംവിധാനം ഉണ്ടാക്കാനോ അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാൻ പോലും തയ്യാറല്ല. ഒരിക്കലും മുഖ്യമന്ത്രി അങ്ങനെ പറയാൻ പാടില്ലാത്തതായിരുന്നു. ഇതിനകത്ത് ഇപ്പോൾ നല്ലൊരു ഗൂഢാലോചന എനിക്ക് സംശയമുണ്ട്, കാണുന്നവർക്കൊക്കെ സംശയമുണ്ട്, കേൾക്കുന്നവർക്കൊക്കെ സംശയമുണ്ട്. കാരണം അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല. ഇത് സംബന്ധിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് വേറൊരു കഥ സൃഷ്ടിക്കുകയാണ്, വേറൊരു ആൾ ഇയാളെ മർദ്ദിച്ചിരുന്നു എന്ന് പറഞ്ഞൊരു കഥ ഉണ്ടാക്കുക. എന്തായാലും ഈ സിയാദ് എന്ന് പറയുന്ന മനുഷ്യൻ, ചെറുപ്പക്കാരൻ, അയാൾ ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ ഡ്രൈവറായിട്ട് ജോലി ചെയ്തിരുന്ന ആളാണല്ലോ. അയാളുടെ ആരോഗ്യം അതിന് പറ്റുന്നതായിരുന്നല്ലോ. ഈ സംഭവത്തിന് ശേഷമാണല്ലോ അയാൾ ബസ് ഓടിക്കാൻ പോകാത്തത്. ഈ സംഭവത്തിന് ശേഷമാണല്ലോ അയാൾ ചികിത്സയായിട്ട് വീട്ടിൽ കിടന്നത്. അങ്ങനെ കിടക്കുന്ന ഒരാളെ വേറൊരു കാര്യം പറഞ്ഞ് കുറ്റവാളികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുക്കാതിരിക്കാനും പോലീസിനെ അടിച്ച് അവരെ കുറ്റത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരാനും ശ്രമിക്കുന്ന ഈ വി ഡി സതീശൻ്റെ സർക്കാർ കേന്ദ്രത്തിലെ അമിത്ഷായുടെ പോലീസിനേക്കാൾ എന്ത് വ്യത്യാസം കാണിക്കുന്നത്? അമിത്ഷായുടെ പോലീസ് കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ അല്ലെങ്കിൽ സമരം ചെയ്ത കുട്ടികളെ ആക്രമിക്കാൻ പോകുന്നു, കള്ളക്കേസുണ്ടാക്കുന്നു തുടങ്ങിയത് നമ്മൾ കാണുന്നല്ലോ. അതുപോലെയാണോ കേസുണ്ടാകുന്നതിന് ഒരു കേസ് അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ കേരള പോലീസിൽ നിന്ന് യാതൊരു നീതിയും കിട്ടത്തില്ല എന്ന തരത്തിൽ തന്നെ മുഖ്യമന്ത്രി തന്നെ പറയുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഈ അന്വേഷണം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രി പറയുന്നത് തന്നെ ഇതാകുമ്പോൾ പോലീസ് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്ന തെറ്റായ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് വി ഡി സതീശൻ ഗവൺമെൻറ് തയ്യാറാവുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ്. അവർ രാഷ്ട്രീയമായി അവർക്ക് താല്പര്യമുള്ള കേസിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഞാൻ അതിനകത്ത് ഓരോ കേസെടുത്ത് പറയുന്നില്ല. എത്രയോ കാലം മുമ്പുണ്ടായിരുന്ന കേസിനകത്ത്, രാഷ്ട്രീയ കേസിനകത്ത് കേസെടുത്തോട്ടെ. അതിനകത്ത് കേസെടുക്കുമ്പോൾ പിന്നെ ആലപ്പുഴയിലെ സംഭവത്തിനും മറ്റു സ്ഥലത്തെ സംഭവങ്ങൾക്കൊക്കെ എത്ര ജാഗരൂകമായിട്ടാണ് കേസെടുക്കുന്നത്. കേസെടുക്കട്ടെ, അന്വേഷിക്കട്ടെ, ഒരു തർക്കവുമില്ല. പക്ഷേ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടല്ലോ. അയാൾ ഒരു മാസം മുമ്പ് വരെ പ്രൈവറ്റ് ബസ് ഓടിച്ചുകൊണ്ടിരുന്നതാണല്ലോ. പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷമാണല്ലോ അയാൾക്ക് ഈ പറഞ്ഞ പോലെ എണ്ണിച്ച് നടക്കാൻ പറ്റാതെ ആശുപത്രി പോകേണ്ടി വന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരാളുടെ ഭാഗത്തുനിന്നുണ്ടാവേണ്ട നീതി സംരക്ഷിക്കുന്ന ഒരു സമീപനമല്ല, ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല. ഒരു ക്രിമിനൽ കേസിനകത്ത് ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന സമീപനം വി ഡി സതീശൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഇവിടെ ഈ ഞങ്ങളുടെ ഈ ഓഫീസിൻ്റെ തൊട്ടുപുറയിലാണ് ഈ മരണമടഞ്ഞ സിയാദിൻ്റെ
അച്ഛൻ്റെ വീട്. ഇവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്നൊരു തൊഴിലാളിയാണ് അയാൾ. അവരൊന്നും രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷക്കാരാണെന്ന് പോലും എനിക്കറിയില്ല. അല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അവർ രാഷ്ട്രീയത്തിൻ്റെ ബന്ധമൊന്നുമില്ല. ഇങ്ങനൊരു കൊലപാതകം മരണം നടന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെല്ലാം ഇക്കാര്യത്തിൽ ഇടപെട്ടത്. അപ്പോൾ ഇനി നിങ്ങൾ അന്വേഷിക്കേണ്ട എന്ന് പറയുന്ന തരത്തിലായിപ്പോയി. മുഖ്യമന്ത്രി അങ്ങനെ പിന്നെ പറയാൻ പാടില്ല. സിയാദ് കോൺഗ്രസ്സുകാരനുമാണ്. അത് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധമുള്ള ആളല്ല, രാഷ്ട്രീയമായിട്ട് പറയുന്നതല്ലിത്. പക്ഷെ ഇങ്ങനെ ഇതാദ്യമായിട്ടായിരിക്കും ഒരു മുഖ്യമന്ത്രിയോ വളരെ ചുമതലയുള്ള ഒരാളോ കേസ് അന്വേഷിക്കുന്ന സമയത്ത് തന്നെ കുറ്റവാളികളെ വെറുതെ വിടുന്ന ക്ലീൻ ചിറ്റ് കൊടുക്കുന്ന സമീപനം മുഖ്യമന്ത്രി എടുക്കാൻ പാടില്ലായിരുന്നു. അദ്ദേഹം ആ കാര്യം എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാവുന്നില്ല. എന്തായാലും കേരള പോലീസിനെ വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലേക്കാണ് അന്വേഷണത്തിൻ്റെ അവസ്ഥ പോകുന്നത്. അപ്പോൾ അതിപ്പോൾ അങ്ങനെ പറയാം. ഇവർ പിന്നെ അവിടെ പോയിട്ട് ഈ കുറച്ച് ദിവസം ഈ സംഭവം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇയാളെ ആരോ അടിച്ചെന്ന് പറഞ്ഞിട്ട് മൊഴി ഉണ്ടാക്കിച്ചെന്നാ. അപ്പോൾ ഇതൊക്കെയാണ് ഗൂഢാലോചന. ഇങ്ങനെ ഏതെങ്കിലും ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ ചെയ്യുന്ന ഗൂഢാലോചനയെ സപ്പോർട്ട് ചെയ്യുന്നതാണോ മുഖ്യമന്ത്രിയുടെയും ഗവൺമെൻറ്റിൻ്റെയും ചുമതല? ഇതൊക്കെ ജനങ്ങൾ കാണുന്നതാണ്. ഇപ്പോൾ എങ്ങനെ വിശ്വസിച്ച് നടക്കും? ഇവിടെ പോലീസ് ഒരു തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ആ തെറ്റിന് സഹായകരമായ തെളിവുണ്ടാക്കുന്നതിൻ്റെ കൂടെ പോകുന്നതാണോ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരുടെയും ചുമതല? ഇത് വളരെ ദൗർഭാഗ്യകരമായ സ്ഥിതിയാണ്, പ്രതിഷേധാർഹമായ സ്ഥിതിയാണ്. അതുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. ഇന്ന് അദ്ദേഹം മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള പത്രസമ്മേളനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇത് ഞങ്ങൾ ആലോചിച്ച് ഈ പോലീസിന് ഇക്കാര്യം അന്വേഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കേരളത്തിലെ പോലീസിനെ എങ്ങനെ വിശ്വസിക്കും? തെളിവുകൾ അവർ തന്നെ തയ്യാറാക്കുന്ന സ്ഥിതിയിലാണെങ്കിലോ? ഇതിനകത്ത് ഒരു തെളിവും ഒരു കാര്യവും ഞങ്ങളാരും കണ്ടിട്ടില്ല. ഇയാൾ മരിച്ചു എന്നുള്ള സത്യമാണ്. അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അയാൾ മകള് എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിച്ചുകൊണ്ട് പോയതിനെ പറ്റിയുള്ള വീഡിയോ ഇട്ടിരുന്നു. ആ വീടുകളിൽ പോയി സംസാരിച്ചു. അവിടെ നിന്നെല്ലാം കിട്ടുന്ന ഫീഡ്ബാക്ക് ഈ പോലീസ് കൊണ്ടുപോയി ഇയാളെ മർദ്ദിച്ചു എന്നുള്ളതിന് ആർക്കും തർക്കമില്ല. ഇയാളെ വണ്ടി കൊണ്ടുപോയി അടിച്ചു എന്നുള്ളതിന് തർക്കമില്ല. അയാളെ കസ്റ്റഡി വെച്ചിരുന്നു എന്നുള്ളതിന് തർക്കമില്ല. FIR-ഓ രേഖകളോ ഒന്നുമില്ലാതെ ഒരുത്തനെ കസ്റ്റഡി വെച്ചിരുന്നു. പിറ്റേന്ന് രാവിലെയാണ് വിട്ടു. ഇതിനൊന്നും തർക്കമില്ലല്ലോ. SP ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളോട് പോയി സമരം ചെയ്യുന്ന സമയത്ത് ഞങ്ങളവരോട് സംസാരിച്ചാണ്. അത്രയും ഇല്ലീഗലായ കാര്യങ്ങൾ നടത്തിയിട്ട് ഇത് വേറൊരു കാര്യം പറയുക എന്ന് പറഞ്ഞാൽ നാളെ ഇതേപോലെ കള്ളക്കേസുകൾ ഉണ്ടാക്കാനും കൃത്രിമ കേസുകൾ ഉണ്ടാക്കാനും ഒക്കെ പോലീസിന് പിന്തുണ കൊടുക്കുന്ന സമീപനമല്ലേ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്? ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി ഇക്കാര്യത്തിനകത്ത് ഇങ്ങനൊരു സമീപനമാണ് എടുക്കേണ്ടത്. അല്ല, ഇത് സാധാരണ രക്ഷകർത്താക്കളും മാത്രമല്ല ആരായാലും. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോകുമ്പോൾ അന്വേഷണം നടക്കുമെന്ന് പറഞ്ഞാൽ കൃത്യമായി ഈ കാര്യം അന്വേഷിക്കുമെന്നല്ലേ കരുതുന്നത്. അന്വേഷിച്ചിട്ട് മാത്രമല്ലേ, പ്രത്യേകിച്ചും പോലീസ് ഇൻവോൾവ് ആയിട്ടുള്ളൊരു കേസിനകത്ത് കൃത്യമായി അന്വേഷിക്കാതെ ഈ കാര്യം പുറത്തു വരുമോ? ഞങ്ങൾ എന്നിട്ടും പറഞ്ഞില്ല ഈ പോലീസിനെ തന്നെ ഏൽപ്പിക്കരുതെന്നൊന്നും ഞങ്ങൾ പറഞ്ഞില്ല. സാധാരണഗതിയിൽ ലോക്കപ്പ് മർദ്ദന കേസും ഇതുപോലെ പോലീസ് ഇൻവോൾവ് ആയിട്ടുള്ള കേസിനകത്ത് മറ്റ് ഏജൻസികൾക്ക് വേണ്ടി ആവശ്യം ഉന്നയിക്കാറുണ്ട്. ഇവിടെയും അത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കേണ്ടി വരും. ഞങ്ങൾ പറഞ്ഞില്ല. ഇത് പോലീസ് തന്നെ, പോലീസിൻ്റെ ക്രൈംബ്രാഞ്ച് ആയിക്കോട്ടെ മറ്റൊരാളായിക്കോട്ടെ അന്വേഷിക്കുന്നപ്പോൾ അതിനകത്ത് പിന്നെ എന്തെങ്കിലും വെസ്റ്റഡ് ഇൻട്രസ്റ്റോടുകൂടി അന്വേഷണം മുക്കിക്കളയുമെന്ന് ഞങ്ങൾ സംശയിച്ച് പറഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ എന്താ മനസ്സിലായത്? മുഖ്യമന്ത്രി തന്നെ ഈ കാര്യത്തിനകത്ത് മുൻകൂട്ടി ഒരന്വേഷണം നടക്കുന്നതിന് മുമ്പ് തന്നെ ഇന്നതാണ് തീരുമാനമെന്ന് പറഞ്ഞിട്ട് അന്വേഷിക്കാൻ പറഞ്ഞാൽ എന്താ അർത്ഥം? അതനുസരിച്ചിട്ട് അന്വേഷണ റിപ്പോർട്ട് എഴുതണമെന്നല്ലേ? അപ്പോൾ മുഖ്യമന്ത്രിയെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയല്ലേ ഇങ്ങനൊരു കാര്യം പ്രസ്താവിച്ച് വരുന്നത്? ആരെ ജനങ്ങൾ വിശ്വസിക്കേണ്ടത്? അതുകൊണ്ട് ഇത് അങ്ങേയറ്റം തെറ്റായ കാര്യമാണ്. കയറൂരി വിട്ട് പോലീസിനെ കൊണ്ട് എന്ത് ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് തോന്നുന്നത്.